നമസ്കാരം. ഇറാനിൽ പടവെട്ടാൻ റഷ്യയും ചൈനയും. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാന്റെ ഭീഷണി. തെറ്റായ ഒരു കണക്കുകൂട്ടൽ പോലും ചരിത്രത്തിലെ ഏറ്റവും കഠിനവും ഖേദകരവുമായിട്ട് തിരിച്ചടിക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ വലിയ തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ നൽകിയ ഒരു വലിയ മുന്നറിയിപ്പാണ് ഈ തെറ്റായ ഒരു കണക്കുകൂട്ടൽ പോലും ചരിത്രത്തിലെ ഏറ്റവും കഠിനവും ഖേദകരവുമായിട്ടുള്ള തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ളത്. ഈ മുന്നറിയിപ്പ് ലോകം അതീവ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് പോലും. കാരണം ഇത് വെറും ഒരു നയതന്ത്ര ഭീഷണിയോ യുദ്ധ സാഹചര്യങ്ങളിൽ പതിവായി വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയോ അല്ല. പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും മുന്നറിയിപ്പ് നൽകാൽ അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ എന്ന പ്രതിച്ഛായയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഖദം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനത്തിന്റെ കമാൻഡർ മേജർ അലി അബ്ദുല്ലാഹി അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ നടത്തിയ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ പുതിയ ആശങ്കകൾക്കും ചർച്ചകൾക്കും വഴിവെക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായിട്ട് പുറത്തിറക്കിയ സന്ദേശത്തിൽ ഇറാനെതിരായിട്ടുള്ള ഏതൊരു ആക്രമണത്തിനും കഠിനവും ഖേദകരവുമായിട്ടുള്ള മറുപടി നൽകുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ്. ഖമേനിയുടെ രക്തസാക്ഷിത്വം രാജ്യത്തിന്റെ ദേശീയ ഐക്യത്തെയും പ്രതിരോധ മനോഭാവത്തെയും കൂടുതൽ ശക്തിപ്പെടുത്തിയെന്നും അദ്ദേഹത്തിന്റെ ശുദ്ധരക്തത്തിന് കൃത്യസമയത്ത് പ്രതികാരം ചെയ്യുമെന്ന പ്രതിജ്ഞയിൽ നിന്ന് ഇറാൻ പിന്നോട്ടില്ലെന്നും സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ആഗോള ശ്രദ്ധ നേടിയിരിക്കുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുള്ളൊരു സാധാരണ മതച്ചടങ്ങിനപ്പുറം ഇറാന്റെ രാഷ്ട്രീയ ആത്മീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള സംഭവങ്ങളിലൊന്നായിട്ട് മാറുകയാണ്. ഷിയ ഇസ്ലാമിക ആചാരപ്രകാരം മരണാനന്തര ചടങ്ങുകളുടെ ആദ്യഘട്ടം ഭൗതിക ശരീരം ശുദ്ധീകരിക്കുന്നതോടുകൂടിയാണ് ആരംഭിക്കുന്നത്. പ്രത്യേകം മതപണ്ഡിതരുടെയും വിശ്വസ്തരായ മതപുരോഹിതരുടെയും മേൽനോട്ടത്തിൽ സുഗന്ധദ്രവ്യങ്ങളും കർപ്പൂരവും ചേർത്ത വെള്ളത്തിൽ 3 ഘട്ടങ്ങളിലായിട്ട് ശരീരം കഴുകി ശുദ്ധീകരിച്ച് തുടർന്ന് കഫൻ എന്ന് പറയപ്പെടുന്ന തയ്യലുകളില്ലാത്ത വിശുദ്ധമായിട്ടുള്ള വെള്ളത്തുണികളിൽ ഭൗതിക ശരീരം പൊതിഞ്ഞു വെച്ച് പരമോന്നതമായിട്ടുള്ള മതനേതാക്കളുടെ കാര്യത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളോ ഖുർആൻ വചനങ്ങൾ ആലേഖനം ചെയ്ത തുണികളോ ഈ കഫനോടൊപ്പം ഉപയോഗിക്കുന്ന പതിവും ഇവിടെ നിലനിർത്തുകയാണ്. ഇതിനുശേഷം ഏറ്റവും വികാര നിർഭരമായിട്ടുള്ള ഘട്ടമായിട്ടുള്ള നമാസി മയ്യത്ത് എന്ന് പറയപ്പെടുന്ന അഥവാ ജനാസ സംസ്കാരം, ആ നമസ്കാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ടെഹ്റാനിലെ ഇമാം ഖൊമേനി ഗ്രാൻഡെ മുസല്ലയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പുതിയ പരമോന്നത നേതാവോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏറ്റവും മുതിർന്ന ഷിയ മതപണ്ഡിതരോ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ഇങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. ഈ ചടങ്ങിൽ ഇറാന്റെ ഉന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വം, വിദേശ രാഷ്ട്ര തലവന്മാർ, നയതന്ത്ര പ്രതിനിധികൾ, മതനേതാക്കൾ തുടങ്ങിയവരും തുടർന്ന് പങ്കെടുക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ അവിടെ കാണാൻ കഴിയും. തുടർന്ന് ഭൗതിക ശരീരം പൊതുജനങ്ങൾക്ക് അന്തിമാദരം അർപ്പിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കിയ ഒരു സുരക്ഷാ വലയത്തിനുള്ളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന കാഴ്ചയാണ്. ജനലക്ഷങ്ങൾ നേതാവിന് അവസാനമായിട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇറാനിലെ ജനക്കൂട്ടം വളരെ പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന നേതാവായിരുന്നു ആയത്തുള്ള അലി ഖമേനി. പൊതുദർശനത്തിന് ശേഷം ഷിയ വിശ്വാസത്തിലെ ഏറ്റവും പുണ്യമായിട്ട് കണക്കാക്കപ്പെടുന്ന നഗരങ്ങളിലൂടെയുള്ള അന്ത്യയാത്ര, അതിനുശേഷം ടെഹ്റാനിൽ നിന്ന് ഖോം നഗരത്തിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോവുകയും അവിടെ പ്രമുഖ മതപണ്ഡിതരും വിദ്യാർത്ഥികളും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും അതിനുശേഷം ഇറാഖിലെ ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള കേന്ദ്രങ്ങളായിട്ടുള്ള നജാഫിലേക്കും കർബലയിലേക്കും ഭൗതിക ശരീരം എത്തിക്കുകയും ചെയ്യും. ഇമാം അലി, ഇമാം ഹുസൈൻ എന്നിവരുടെയൊക്കെ വിശുദ്ധ ദർഗകൾ സ്ഥിതി ചെയ്യുന്ന ഈ നഗരങ്ങളിൽ പ്രത്യേക അനുസ്മരണ ചടങ്ങുകളും വിലാപയാത്രകളും സംഘടിപ്പിക്കും. ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും കറുത്ത വസ്ത്രം ധരിച്ച ലക്ഷക്കണക്കിന് വിശ്വാസികൾ നെഞ്ചത്തടിച്ചും മതപരമായിട്ടുള്ള വിലാപഗീതങ്ങൾ ആലപിച്ചും അന്തരിച്ച നേതാവിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു. ഒരാഴ്ചയോളം നീളുന്ന ഈ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിൽ ഖമേനിയുടെ ജന്മനാടായിട്ടുള്ള മഷദിലേക്ക് ഭൗതിക ശരീരം തിരിച്ചെത്തിക്കും. ഷിയ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള ഇമാം റസാർ ദർഗയിലാണ് അദ്ദേഹത്തെ ഖബറടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ഇസ്ലാമിക ആചാരപ്രകാരം ശവപ്പെട്ടിയില്ലാതെ ശരീരം വലതുവശത്തേക്ക് ചരിച്ച് വിശുദ്ധ കബയുടെ ദിശയായിട്ടുള്ള കിബ്ലയ്ക്ക് അഭിമുഖമായിട്ടാണ് ഖബറടക്കുക. തുടർന്ന് നമാസി വഷത്ത് എന്ന പ്രത്യേക പ്രാർത്ഥനയും കുടുംബാംഗങ്ങളുടെയും മതനേതാക്കളുടെയും നേതൃത്വത്തിൽ നടത്തുകയും കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഹെലികോപ്റ്റർ നിരീക്ഷണം, ഡ്രോൺ നിരീക്ഷണം, കനത്ത സൈനിക സുരക്ഷ, ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസം എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊന്ന് ഇറാൻ ഒരുക്കിയിരിക്കുന്നു. ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ അന്ത്യയാത്ര ഒരു മതനേതാവിന്റെ ശവസംസ്കാര ചടങ്ങ് മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. ലോകരാഷ്ട്രീയത്തെയും പശ്ചിമേഷ്യൻ ശക്തി സമവാക്യങ്ങളെയും പതിറ്റാണ്ടുകളായി സ്വാധീനിച്ച ഒരു നേതാവിന്റെ വിടവാങ്ങൽ ചടങ്ങിലേക്ക് 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തുമെന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുമ്പോൾ ഈ ചടങ്ങിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമാണ്.
ടെഹ്റാൻ നടക്കുന്ന ഈ അനുസ്മരണ ചടങ്ങുകൾ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിനപ്പുറം ലോക നയതന്ത്രത്തിന്റെ പുതിയ സന്ദേശങ്ങൾ കൈമാറുന്ന വേദിയായി മാറുകയാണ്. ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം ഏഷ്യ, മധ്യേഷ്യ, പശ്ചിമേഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ മേഖലകളിൽ നിന്നുള്ള നിരവധി രാഷ്ട്രത്തലവന്മാരും ഉന്നത പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് അടക്കമുള്ളവർ നേരിട്ട് ചടങ്ങിൽ പങ്കെടുക്കും. സമീപകാലത്ത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ മധ്യസ്ഥനായിട്ട് പ്രവർത്തിച്ച പാകിസ്ഥാന്റെ സാന്നിധ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിട്ടാണ് ഈ കണ്ടെത്തലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, വിലയിരുത്തപ്പെടുന്നത്. മധ്യേഷ്യൻ മേഖലയിലെ പ്രധാന രാഷ്ട്രങ്ങളിലൊന്നായിട്ടുള്ള താജിക്കിസ്ഥാന്റെ പ്രസിഡന്റ് ഇമാമലി റഹ്മാനും ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അതുപോലെ അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പാഷിനിയും ജോർജിയൻ പ്രസിഡന്റ് മിഖാൽ കാവ്ലേഷ്വിലിയും തങ്ങളുടെ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ടെഹ്റാനിലെത്തുകയാണ്. കോക്കസസ് മേഖലയിൽ ഈ രാജ്യങ്ങളുടെയൊക്കെ പങ്കാളിത്തം പശ്ചിമേഷ്യയിലെയും മധ്യേഷ്യയിലെയും രാഷ്ട്രീയത്തിൽ ഇറാന്റെ സ്വാധീനം ഇപ്പോഴും ശക്തമാണ് എന്നുള്ള സന്ദേശം നൽകുന്നതാണ്. ഇന്ത്യയും ചടങ്ങിൽ ഉന്നതതല പ്രതിനിധി സംഘത്തെ അയക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായിട്ടുള്ള പബ്രിത മാർഗരറ്റിയും ബീഹാർ ഗവർണർ സയ്യിദ് അതാ ഹസ് അനൈനുമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അവിടെ എത്തപ്പെടുന്നത്. കൂടാതെ മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ്, മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി തുടങ്ങിയ പ്രമുഖരടക്കം ആ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ ഇറാൻ ബന്ധത്തിന്റെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള അടുപ്പവും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രാധാന്യവും ഈ പങ്കാളിത്തത്തിലൂടെ വീണ്ടും പ്രകടമാവുകയാണ്. റഷ്യയുടെ ഭാഗത്ത് നിന്ന് മുൻ പ്രസിഡന്റും നിലവിലെ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായിട്ടുള്ള ദിമിത്രി മെദ്വോവിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമാണ്. അതേസമയം ചൈനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ഹീവൈ പങ്കെടുക്കുന്നു. സമീപകാലത്ത് പശ്ചിമ ഉപരോധങ്ങൾക്കിടയിലും ഇറാനെ പിന്തുണച്ച പ്രധാന ആഗോള ശക്തികളാണ് റഷ്യയും ചൈനയും. അതിനാൽ തന്നെ ഈ രാജ്യങ്ങളുടെ ഉയർന്നതല പങ്കാളിത്തം ചടങ്ങിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. തുർക്കി വൈസ് പ്രസിഡന്റ്, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിലെ പ്രമുഖർ, ബംഗ്ലാദേശ് പാർലമെന്റ് സ്പീക്കർ ഹഫീസുദ്ദീൻ അഹമ്മദ് എന്നിവരടക്കം ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾ ഒരേ വേദിയിൽ എത്തുന്നത് ഖമേനി ഒരു ദേശീയ നേതാവ് മാത്രമല്ല, ആഗോള രാഷ്ട്രീയ ചർച്ചകളിൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നുവെന്ന് വിലയിരുത്തലിന് ശക്തി പകരുന്നതാണ് ഈ വരവ് അല്ലെങ്കിൽ ആൾക്കാരുടെ സാന്നിധ്യം എന്നുള്ളത്. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുശവ സംസ്കാര ചടങ്ങുകളിലൊന്നായി മാറുമെന്നാണ് ഈ അന്ത്യയാത്രയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ. പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ രാജ്യം മുന്നോട്ട് പോകുമെങ്കിലും ആയത്തുള്ള സയ്യിദ് അലി ഖമേനി എന്ന വ്യക്തി സൃഷ്ടിച്ച രാഷ്ട്രീയ ആത്മീയ സ്വാധീനത്തിന്റെ വിടവ് എന്ന് പറയപ്പെടുന്നത് അത് അതേപടി നിലനിൽക്കുമെന്നാണ് ഇവിടെ പലരും വിലയിരുത്തപ്പെടുന്നത്. ഇനി ഇറാൻ മുജ്തബ ഖമേനിയുടെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം. എന്നാൽ കാലം എത്ര കഴിഞ്ഞാലും എത്ര നേതാക്കൾ വന്നുപോയാലും ആയത്തുള്ള സയ്യിദ് അലി ഖമേനി എന്ന മനുഷ്യൻ ഇറാന്റെ ചരിത്രത്തിൽ സൃഷ്ടിച്ച ആ വ്യക്തിമുദ്ര മായാതെ തുടരുമെന്നതിൽ സംശയമില്ല എന്നുകൂടി പറയട്ടെ. അദ്ദേഹത്തിന്റെ പേര് ഇറാനിയൻ ജനതയുടെ മനസ്സിൽ മാത്രമല്ല പോരാട്ട വീര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായിട്ട് ലോകമെമ്പാടുമുള്ള അനേകം ആളുകളുടെ ഓർമ്മകളിലും ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും. മരണം പോലും അവസാനിപ്പിക്കുവാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാരമ്പര്യമായിട്ട് ഖമേനി തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിൽ തുടർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല. അമേരിക്കയും ഇസ്രായേലും കൊളുത്തിവിട്ട ആ അഗ്നിയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് വെന്തുപോയത് എങ്കിലും അവരുടെ സിരകളിൽ, അവരുടെ രക്തങ്ങളിൽ ഇപ്പോഴും അതിന്റെ പ്രതികാരാഗ്നി ബാക്കിയുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാന്റെ ഭീഷണിയെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം തന്നെ ഇറാനിൽ പടവെട്ട് നടത്തുവാൻ റഷ്യയും ചൈനയും അവർക്ക് സാമ്പത്തിക ആയുധ സഹായങ്ങൾ അടക്കം ചെയ്യുമ്പോൾ ഭയപ്പെടേണ്ടത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്.